ബി ജെ പി എവിടെയൊക്കെ ജയിക്കുമെന്ന് തോന്നുന്നു അവിടെയെല്ലാം ക്രോസ് വോട്ടിങ് നടന്നിട്ടുണ്ട്. അത് ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ നിയോജകമണ്ഡലങ്ങളിലും, കെ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ നിയോജകമണ്ഡലങ്ങളിലും അങ്ങനെ പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സായിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ മത്സരിച്ച് ജയിക്കുമെന്ന് തോന്നുന്നിടത്തെല്ലാം ക്രോസ് വോട്ടിങ് നടന്നിട്ടുണ്ട്. ആ ക്രോസ് വോട്ടിങ്ങിനെ മറികടന്നുകൊണ്ട് വേണം ബി ജെ പിക്ക് വിജയത്തിലോട്ട് പോകാൻ. ഞങ്ങൾ അതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഇതെന്ന് പറയുന്നത് 40% വോട്ടിലേക്ക് എത്തിയാലാണ് നമുക്കൊരു കേരളം പിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുക. കാരണം ഈ ക്രോസ് വോട്ടിങ് അപ്പുറത്ത് വരും. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ 2 മുന്നണികളായി മാറും. അത് ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണിയും, അതിനുശേഷം ബി ജെ പിയുടെ NDA മുന്നണി. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ 2 മുന്നണികളുണ്ടാവും. അതിലൊന്ന് NDA ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്രോസ് വോട്ടിങ് പ്രശ്നമല്ലാതായി. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി വലിയ ഒരു മുന്നേറ്റമായി ബി ജെ പി മാറുമെന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം നിങ്ങൾ കണ്ടു. ഇതിനെല്ലാം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. കോൺഗ്രസ് തകർന്ന അവസ്ഥയാണ്. CPM-നെതിരെ വലിയ ജനവികാരമാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല മുന്നേറ്റം ഈ പ്രാവശ്യം ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെൻ്റ് കുറേ ആളുകൾ പറയുന്നത്. ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ഞങ്ങളുടെ നേതൃത്വം സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇനി ബി ജെ പിയും CPM-ഉം തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ നേട്ടം? ഞങ്ങൾ ജയിക്കേണ്ട സീറ്റുകൾ മുഴുവൻ ഞങ്ങളും അവരുമായിട്ടാണ് മത്സരം. പിന്നെ ഞങ്ങൾക്ക് എന്താ നേട്ടം അവരുമായിട്ട് ഡീൽ വെച്ചിട്ട്? അപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് ബി ജെ പി എന്ന സംവിധാനത്തെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി ഇവർ പരസ്പരം ധാരണയോടുകൂടി നടത്തുന്ന ഒരു ഡീൽ ആരോപണമായത്. ഞങ്ങൾക്ക് ആരുടെയും ഡീൽ വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും വോട്ടും വേണ്ട. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് ഈ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും അവരെ പിന്തുണയ്ക്കുന്ന SDP, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ദേശവിരുദ്ധ ശക്തികളുടെയും വോട്ട് വേണ്ട. അതിന് കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്, മോദിജിയിൽ വിശ്വാസമുണ്ട്. ഇനി ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിയൂ, അല്ലെങ്കിൽ NDAക്ക് കഴിയൂ എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്.